നമ്മുടെ നാട് മുഴുവൻ എന്നൊന്നും ഞാൻ പറയുന്നില്ല. വിവരമുള്ള കുറച്ച് ആൾക്കാർക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ നമ്മുടെ കുട്ടികളെ കൂടുതൽ സ്ട്രോങ്ങർ ആക്കി മാറ്റാം എന്നതിനെക്കുറിച്ച്. കാരണം ലഹരിയുടെ ഉപയോഗം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്രമ സംഭവങ്ങൾ, അതൊക്കെ തുടർക്കഥകളായിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തിരിയായി നമ്മൾ കേൾക്കുന്നു. അവിടെ കുട്ടികളെ സ്വാധീനിക്കുന്ന ലഹരിയോട്, വളരെ വയലന്റ് അഗ്രസീവ് സീനുകൾ കാണിക്കുന്ന സിനിമകൾ നൽകുന്ന സ്വാധീനത്തോട് കുട്ടികൾക്ക് സ്ട്രോങ് ആയി നോ പറയാൻ പറ്റണം. മാതാപിതാക്കളോടും രക്ഷിതാക്കളോടും തുറന്ന് സംസാരിക്കാനുള്ള ധൈര്യം അവർക്കുണ്ടാവണം. അല്ലെങ്കിൽ അത്തരം ഒരു ബന്ധം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. പിയർ പ്രഷറിൽ നിന്നൊക്കെയാണ് ലഹരിയിലേക്കുള്ള ആദ്യ ചുവട് പലരും വെക്കുന്നത്. അത്തരം നിർബന്ധങ്ങളോട്, സ്നേഹത്തോടു കൂടിയുള്ള നിർബന്ധങ്ങളോട് പോലും സ്നേഹത്തോടെ തന്നെ എനിക്കത് വേണ്ട, ഞാനത് ചെയ്യില്ല എന്ന് പറയത്തക്ക രീതിയിൽ നമ്മുടെ കുട്ടികളൊക്കെ സ്ട്രോങ്ങറായി മാറാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നാടെങ്ങും നടക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ തനിക്ക് നേരെ വരുന്ന ചോദ്യങ്ങൾ കൃത്യമായി ക്ഷമയോടെ ഇരുന്ന് കേട്ടിട്ട് ആ ചോദ്യത്തിന് തൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഏറ്റവും മാന്യമായി, ഏറ്റവും ഷോർട്ടായി ഉത്തരങ്ങൾ കൊടുക്കുന്ന, വായനയിലൂടെയും മറ്റും തൻ്റെ അറിവ് വർദ്ധിപ്പിക്കുന്ന, ഹൈലി പെയ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ കൂടെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരു കൊച്ചുകുട്ടിയെ കുട്ടിയായിരിക്കൂ ആക്ച്വലി ഇവരൊന്നും കുട്ടിയായിരിക്കൂ എന്നല്ല, പൊട്ടിയായിരിക്കൂ എന്ന് ആ കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലെയുള്ള കമൻറ്റുകൾ ഇന്നും കണ്ടു. കുറച്ച് നാളുകൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. പക്ഷേ ഇന്നും അതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അതേ ആറ്റിറ്റ്യൂഡിൽ തന്നെ നമ്മൾ കുട്ടികളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഈ വസന്തത്തിൻ്റെ നീരുറവകൾ വറ്റിയിട്ടില്ല എന്ന തോന്നൽ ഫേസ്ബുക്കിൽ ഉളവാക്കുന്ന കുറേ കമൻറ്റുകൾ കണ്ടു. അപ്പോൾ അത്തരം കമൻറ്റുകളെ കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. പറഞ്ഞു വരുന്നത് ദേവനന്ദ എന്ന അഭിനേത്രിയെക്കുറിച്ചാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ പക്വമായി അഭിനയത്തെ കൈകാര്യം ചെയ്യുന്ന, അതിനോടൊപ്പം ഇൻ്റർവ്യൂകളിലാണെങ്കിലും തനിക്ക് നേരെ വരുന്ന ഒരു കുട്ടിയല്ലേ, കുട്ടിക്ക് കുഞ്ഞു ചോദ്യം മതി എന്നുള്ള രീതിയിൽ ചോദിക്കുന്ന, വളരെ ക്ലീഷേഡ് ആയിട്ടുള്ള, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള, മോശമായിട്ടുള്ള എന്ന് വേണമെങ്കിൽ പറയാവുന്ന ചോദ്യങ്ങളോട് ഏറ്റവും മാന്യമായി, സിമ്പിളായി, സ്ട്രോങ് ആയി മറുപടി പറയുന്ന ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് ദേവനന്ദയെ അനുഭവപ്പെട്ടിട്ടുള്ളത്. കുറച്ച് നാൾ മുമ്പ് ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ ജനറേഷനിലെ കുട്ടികളൊന്നും യൂണിക്കോണും മറ്റും കണ്ട് നോക്കിയിരിക്കുന്ന ആളുകളല്ല, ഞങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആയി മാറി, കാലം മാറി എന്ന് ദേവനന്ദ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരുപാട് സൈബർ ബുള്ളിങ്, കുറേ ട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചു വായിൽ വലിയ വർത്താനം പറയുന്നു എന്നൊക്കെ. ഈ പറഞ്ഞതൊരു വലിയ വർത്താനമായി നമുക്ക് തോന്നുന്നത് നമ്മൾ കൊച്ചുങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ കുട്ടികളിൽ നിന്ന് ഇത്രയേ പ്രതീക്ഷിക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. കുട്ടികളെ അത്രയും കുറച്ച് കാണുന്നതുകൊണ്ടാണ്. നിങ്ങളങ്ങനെ കുട്ടികളെ കുറച്ച് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ അതിന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ്. അവരിൽ നിന്നാണ് റിപ്പയറിങ് ആരംഭിക്കേണ്ടി വരുന്നത്. അച്ഛനാണോ അമ്മയാണോ കൂടുതൽ ഇഷ്ടം, അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു ചോദ്യം കുട്ടികളോട് ചോദിക്കരുത് എന്ന് ദേവനന്ദ പറയുന്നത്. അച്ഛനാണ് തൻ്റെ യാത്രയ്ക്കും സിനിമ ഷൂട്ടിങ്ങിനും ഒക്കെ കൂടെ വരുന്നതെന്നും, പക്ഷേ ആ വരവിനും തങ്ങളുടെ യാത്രയ്ക്കും ആ കുടുംബത്തെ നന്നായി നിലനിർത്തുന്നതിലും അമ്മയുടെ പങ്ക് വലുതാണെന്നും ഒക്കെയുള്ള ആ കുട്ടിയുടെ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് അത്തരം ഉത്തരങ്ങൾ ഉണ്ടാകുന്നത്. അതിൻ്റെ താഴെയും പോയിട്ട് കുട്ടി കൊച്ചുവായിൽ വലിയ വർത്താനം പറയുന്നു എന്നാണ് പറയുന്നത്. പ്രായം 10-35 കഴിഞ്ഞിട്ടും നേരെ മുന്നിൽ ഒരു ചോദ്യം വന്നാൽ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയോ, അല്ലെങ്കിൽ ചോദിക്കുന്നതുമായി യാതൊരു ബന്ധവുമില്ലാത്ത എന്തെങ്കിലും തർക്കുത്തരമോ വെളിവുകേടോ വിളിച്ചു പറയുന്ന ആളുകൾക്ക് ഒരു കൊച്ചുകുട്ടി, ഞാൻ വീണ്ടും അങ്ങനെ കൊച്ചുകുട്ടി എന്ന് പറയുന്നില്ല, ഒരു കുട്ടി അത്തരം ഒരു മറുപടി കൊടുക്കുന്നത് കാണുമ്പോൾ ചിലപ്പോൾ പൊളിയും. പിന്നെ അത് മാത്രമല്ല, ഈ ജീവിതത്തിൽ എവിടുന്നും ഒരു വാലിഡേഷൻ കിട്ടാതെ, ആരുടെ അംഗീകാരമൊക്കെ കിട്ടാതെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി മുന്നോട്ട് പോകുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ എന്തെങ്കിലും പൊതുജന ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക്കിൻ്റെയൊക്കെ താഴെ പോയി ഇത്തരം വൃത്തികെട്ട മ്ലേച്ഛമായ കമൻറ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ അതിന് കുറേ ലൈക്ക് കിട്ടും. ആ ലൈക്ക് കിട്ടുമ്പോൾ അയ്യോ എൻ്റെ ജീവിതത്തിൽ ഒരു സംതൃപ്തിയായി എന്ന് ചിന്തിക്കുന്നതിൻ്റെയും കൂടി കുഴപ്പമാണത്. ദേവനന്ദയ്ക്ക് ഒരു അവാർഡ് കിട്ടിയ പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടിയിൽ ഒരു വളരെ കുറഞ്ഞ സമയം കൊണ്ട് എത്ര വ്യക്തമായിട്ടാണ് ആ കുട്ടി സംസാരിക്കുന്നത്. പ്രിപ്പയർഡ് ആയിട്ട് വന്ന് തന്നെയാണ് പ്രസംഗിച്ചിട്ടുള്ളത്. പക്ഷേ ആ പ്രിപ്പറേഷനെ ഏറ്റവും രസമായിട്ട്, വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുക എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ആ കുട്ടിയുടെ ഒരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. കുട്ടിക്കാലം മുതലേ തന്നെ ആ കുട്ടിയുടെ കുടുംബത്തിലുള്ള ആളുകൾ അവരെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ആ കുട്ടി ഒരുപാട് വായിക്കുന്നുണ്ട്. അതിൻ്റെ ഇമ്പാക്റ്റ് അവരുടെ ഭാഷയിലുണ്ടാവും. കുട്ടിക്കാലത്ത് ബാലരമ പോലും വേറെ ആരെങ്കിലും വായിച്ചു തന്നാൽ വായിക്കുന്ന വായനശീലമുള്ള ആളുകൾക്ക് ഈ വായന ഒരാളുടെ ജീവിതത്തിൽ, വളരെ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും കുട്ടികൾക്കുള്ള പുസ്തകങ്ങളും ആയിരിക്കും ആ കുട്ടി വായിക്കുന്നുണ്ടാവുക. പക്ഷേ വായന ആ കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന മാറ്റം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്ക് ദേവനന്ദയെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ആ വീഡിയോൻ്റെ താഴെ വന്ന കുറച്ച് കമൻറ്റുകൾക്ക് ചില മറുപടികൾ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ കമൻറ്റുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തേക്കൊന്ന് കടന്നു പോകാം. നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുപക്ഷെ ആവർത്തിച്ച് സംഭവിച്ചിട്ടുണ്ടാവാനിടയുള്ള ചില കാര്യങ്ങൾ, നമ്മളൊക്കെ എങ്ങനെയാണ് വളർത്തപ്പെട്ടത്. നമ്മളൊന്നും വളർത്തപ്പെടുകയായിരുന്നില്ല. നമ്മളൊക്കെ ചട്ടം പഠിപ്പിക്കപ്പെട്ട ആനകളെ പോലെയാണ്. ചുമ്മാ ഒന്ന് പാസ്റ്റിലേക്ക് പോയി നോക്കാം. നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്തിട്ടുള്ള, അനുസരണയോടെ ചെയ്തിട്ടുള്ള എത്ര കാര്യവും കാരണവും മനസ്സിലാക്കി ചെയ്തിട്ടുണ്ട്. ചോദ്യം ചോദിക്കാൻ പോലും നമുക്കൊന്നും ചിലപ്പോൾ കുട്ടിക്കാലത്ത് അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയ ഭാഗ്യമുള്ള ആളുകളാണ് കേട്ടോ. കേരളത്തിലെ ഒരു 10 വർഷമോ 20 വർഷമോ മുമ്പൊക്കെ, അല്ലെങ്കിൽ അതിനു മുമ്പൊക്കെ ജനിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അച്ഛനമ്മമാർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ പറയുമ്പോൾ അതെന്താ അങ്ങനെ എന്ന് തിരിച്ചു ചോദിക്കുകയും അവർ നമ്മളോട് സമാധാനമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും നമ്മളെ കൺവിൻസ് ചെയ്യുകയും ചെയ്ത് അനുസരിക്കാൻ പറ്റുന്ന
ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട അച്ഛനമ്മമാർക്ക് ജനിച്ചിട്ടുള്ള ആളാണെന്നേ ഞാൻ പറയുള്ളൂ. പക്ഷേ ബഹുഭൂരിപക്ഷത്തിൻ്റെ അവസ്ഥ അതല്ല. അച്ഛനും അമ്മയും പറയും, നമ്മൾ അനുസരിക്കും. അനുസരിച്ചില്ലെങ്കിൽ ഒരു വടി ഉയരും. ഒരു പാപ്പാൻ ആനയെ ചട്ടം പഠിപ്പിക്കുന്നത് പോലെ. പലരും പറയും ആനയൊക്കെ ഇണങ്ങി ജീവിക്കുന്നു. ആന ഇണങ്ങുന്നൊന്നുമില്ല, ആന മെരുങ്ങി നിൽക്കുകയാണ്. അതിനെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നതാണ്. ഒരു സമയം വരുമ്പോൾ ഈ സാധനം പുറത്തെയാണ്. അങ്ങനെ കുട്ടിക്കാലത്ത് തല്ല് പേടിപ്പിക്കുന്ന വാക്കുകളുണ്ട്. തല്ലും എന്നോ കൊല്ലും എന്നോ ഒക്കെ ഭീഷണിപ്പെടുത്തി അങ്ങനെ ചട്ടം പഠിപ്പിക്കപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ. അല്ലെങ്കിൽ നമ്മളിൽ ബഹുഭൂരിപക്ഷം പേരുടെയും കുട്ടിക്കാലങ്ങൾ ഏകദേശം അങ്ങനെയാണ്. അതിന് ഈ അച്ഛനമ്മമാർക്ക് പല കാരണങ്ങളും പറയാനുണ്ടാവും. നല്ലതിന് വേണ്ടിയാണ്, നന്മയ്ക്ക് വേണ്ടിയാന്നൊക്കെ വെച്ചിരുന്ന് വാചകടിക്കുമായിരിക്കും. പക്ഷേ അവരിൽ കുറച്ച് ആളുകൾ സത്യസന്ധമായി കുറച്ച് പ്രായമൊക്കെ ആകുമ്പോഴേ നമ്മളോട് തുറന്നു പറഞ്ഞു എന്നിരിക്കും. ചോദിച്ചാൽ മതി. നിൻ്റെ അച്ഛനോടുള്ള ദേഷ്യത്തിനാണ് ഞാൻ ചില സമയത്ത് നിന്നെ തല്ലി പോയിട്ടുള്ളത്. നിൻ്റെ അമ്മയോടുള്ള ദേഷ്യത്തിനാണ് ഞാൻ നിന്നോട് ചിലപ്പോൾ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഫ്രസ്ട്രേഷനൊക്കെ ഞാൻ പോലും അറിയാതെ നിന്നിൽ തീർത്തു പോയതാണ്. നീ എന്നോട് ക്ഷമിക്കണം മോനെ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ടാവും. ഇനി തല്ലിയും പേടിപ്പിച്ചും മാത്രമല്ല നമ്മളെ വളർത്തിയിട്ടുള്ളത്, പുച്ഛിച്ച് അപമാനിച്ചാണ് നമ്മളെ വളർത്തിയിട്ടുള്ളത്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, അങ്ങനെ വളർത്തപ്പെട്ടിട്ടുള്ള ആളുകൾ അവരുടെ വീട്ടിലൊരു കൊച്ചുകുട്ടി 4 വയസ്സോ 5 വയസ്സോ ഉള്ളൊരു കുട്ടി കുളി കഴിഞ്ഞ് തോർത്തും പിടിച്ച് ഇറങ്ങി വരുന്നത് കാണുമ്പോൾ, വേറെ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ തുണിയില്ലാതെ ഇറങ്ങി വന്നിരിക്കുകയാണെന്ന് കളിയാക്കും. ആ 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടി അവരുടെ സ്വന്തം ശരീരം അപമാനിക്കപ്പെടാൻ, കളിയാക്കപ്പെടാൻ ഇടയുള്ള, അല്ലെങ്കിൽ അവരുടെ നഗ്നത എന്ന് പറയുന്ന അത്രയും മോശമായിട്ടുള്ളൊരു കാര്യമായി മനസ്സിലാക്കപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. നേരെ മറിച്ച് ഗുഡ് ടച്ച്, ബാഡ് ടച്ച് പോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. ഈ വീട് വിട്ട് മറ്റൊരിടത്ത് നമ്മൾ പോകുന്ന സമയത്ത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക. ഈ മനസ്സിലാക്കൽ എന്ന് പറയുന്ന സാധനത്തിനപ്പുറം നമ്മുടെ ഈസി മെത്തേഡാണ് തല്ലുക, പേടിപ്പിക്കുക, കളിയാക്കുക, അപമാനിക്കുക തുടങ്ങിയവ. കഴിഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ താരതമ്യം ജയിലുകൾ അനുഭവിച്ച ഒരു ജനറേഷൻ്റെ ബാക്കി പത്രമാണ് നമ്മളൊക്കെ. തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടികൾ, ക്ലാസ് മുറിയിലെ മറ്റ് മാർക്ക് വാങ്ങിയിട്ടുള്ള കുട്ടികൾ, സ്പോർട്സിൽ പെർഫോം ചെയ്യുന്ന കുട്ടികൾ, ആർട്സിൽ പെർഫോം ചെയ്യുന്ന കുട്ടികൾ, വെളുത്ത കുട്ടികൾ, കറുത്ത കുട്ടികൾ, ചുവന്ന കുട്ടികൾ, നീളമുള്ള കുട്ടികൾ, മെലിഞ്ഞ കുട്ടികൾ, ഉയരം കുറഞ്ഞ കുട്ടികൾ, അങ്ങനെ കുട്ടികളിങ്ങനെ തരം തിരിച്ചു വെച്ചിട്ട് താരതമ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ തിരിച്ചു വരുന്നത്. ഒരു ഇൻസ്റ്റാഗ്രാം റീല് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ്, ശരിക്കും കുഞ്ഞു കുട്ടിയാണ്, ആ കുട്ടി ഡാൻസ് കളിക്കുന്ന കണ്ടിട്ട് വളർച്ച മുരടിച്ചു പോയതാണ് എന്നൊരു കമൻറ്റ് ഇട്ടിരിക്കുകയാണ്. ശരിയാണ്, 100% വളർച്ച മുരടിച്ചു പോയതാണ്. ആ കമൻറ്റ് ഇട്ടവൻ്റെ തലച്ചോറിൻ്റെ ആണെന്നേ ഉള്ളൂ. മനുഷ്യന്മാരൊക്കെ ഡിഫറെൻ്റ് ആയിട്ടാണ് ജനിക്കുന്നത്, ഡിഫറെൻ്റ് ആയിട്ടാണ് ജീവിക്കുന്നത്, ഡിഫറെൻ്റ് ആയിട്ടാണ് വളർത്തപ്പെടുന്നത്, വളരുന്നത്. അവിടെ പോയി അത് ജഡ്ജ് ചെയ്ത് മാർക്കിടേണ്ട ആവശ്യം നമുക്കില്ല, അൺലെസ് അവരങ്ങനെ ഒരു കണ്ടന്റാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ. താരതമ്യം ചെയ്യലുകൊണ്ട് നിന്നിട്ടില്ല കേട്ടോ. കരയാൻ അനുവദിക്കപ്പെടാതിരുന്ന ഒരു ജനറേഷൻ്റെ ബാക്കി പത്രമാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷം ആളുകളും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ മുമ്പിൽ വടിയും പിടിച്ച് കരഞ്ഞു പോരുത്, മിണ്ടരുത് എന്ന് പറഞ്ഞിട്ടുള്ള അച്ഛനമ്മമാരുണ്ടായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അനിയത്തിയുടെ കുട്ടി ഇച്ചു, അവൻ കരഞ്ഞു. അവൻ്റെ അമ്മയായിട്ട് പിണങ്ങിയിട്ടാണ് അവൻ കരയുന്നത്. കരഞ്ഞു കഴിഞ്ഞപ്പോൾ അവൾ അവിടെ ചെന്ന് അവനോട് പറഞ്ഞു, കരയരുത്, ശബ്ദം പുറത്ത് കേട്ട് പോരുതെന്ന്. അടുക്കളയിൽ നിന്ന് അമ്മ ഓടി വന്നു. അമ്മ കൊച്ചിൻ്റെ അടുത്ത് ചെന്നിരുന്നു. എൻ്റെ അനിയത്തിയോട് പറഞ്ഞത്, കരയുന്ന കൊച്ചിനെ പേടിപ്പിക്കരുതടി, തല്ലരുതടി, അവന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് സമയം അവൻ്റെ കൂടെ ഇരിക്കി, അത് കഴിഞ്ഞിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഈ അമ്മ എൻ്റെ അടുത്ത് ചെയ്തതാണ്, അല്ലെങ്കിൽ ഞങ്ങളോട് ചെയ്തതാണ് അവളുടെ കുഞ്ഞിനോട് ചെയ്യുന്നത്. പക്ഷേ ഇത്രയും വർഷത്തെ ജീവിതയാത്രയിൽ എവിടെയോ വെച്ച് ഞാനൊരിക്കലും അവരെ കുറ്റം പറയില്ല. അവർ അമ്മയാവാൻ തയ്യാറെടുപ്പുകളൊന്നും നടത്തിയിരുന്നില്ലാത്തൊരു കാലത്ത് അമ്മയായി പോയ ആളാണ്. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും അവർ ഞങ്ങളെ വളർത്തിയതിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ മുകളിൽ നിൽക്കുന്ന അവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനുള്ള കാരണങ്ങളും ഉണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു പ്രായത്തിൻ്റെ യാത്രക്കിടയിൽ എവിടെയോ വെച്ച് അവർ മനസ്സിലാക്കുന്നുണ്ട് ഒരു കൊച്ചു കുഞ്ഞ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന്. നമ്മുടെ നാട്ടിൽ ഒരുപാട് അമ്മമാർ അമ്മൂമ്മയാവുന്ന പ്രായത്തിലാണ് അമ്മയെപ്പോലെ കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. ഓവർ വാത്സല്യം പരിപാടിയൊക്കെ അവിടെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ കുട്ടിക്കാലത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കിയേ, കരയുമ്പോൾ സ്വസ്ഥമായിട്ട് കരയാൻ പറ്റിയിട്ടുണ്ടോ? വേറെ ചില ആളുകൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഓവറായിട്ട് അങ്ങ് സ്നേഹമായിരിക്കും, സ്നേഹമേ ഉള്ളൂ, വേറൊരു പരിപാടിയില്ല. പക്ഷേ ആ ഓവർ സ്നേഹത്തിൻ്റെ കൂടെ ഓവർ പ്രൊട്ടക്ഷൻ കൂടി വരും. നിൽക്കാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല, കൂടെ വരുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഒന്നും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സർക്കാർ ഓഫീസിൽ പോയിട്ടോ ബാങ്കിൽ പോയിട്ടോ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഞാനൊന്നും ഇന്ന് വരെ പഠിച്ചിട്ടില്ലല്ലോ, ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രിപ്പയർഡ് ആയിട്ടില്ലല്ലോ എന്ന് തോന്നലുണ്ടായിട്ടുണ്ടാവുക. ഓവർ സ്നേഹവും ഓവർ ഡയറക്ഷനും ഓവർ പ്രൊട്ടക്ഷനും കാരണം നമ്മളിൽ കുറേ ആളുകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ തല്ലി വളർത്തി, പേടിപ്പിച്ച് വളർത്തി, താരതമ്യം ചെയ്ത് വളർത്തി, പുച്ഛിച്ചും അപമാനിച്ചും വളർത്തി, ഒന്ന് കരയാൻ പോലും അനുവദിക്കാതെ നമ്മുടെ ഇമോഷൻസിനെയൊക്കെ സപ്രസ് ചെയ്ത് വളർത്തിയിരുന്ന, അങ്ങനെ വളർന്നു വന്നിരുന്ന ആളുകളൊക്കെയാണ് കൊച്ചുകുട്ടികൾ സ്വതന്ത്രമായി, അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയും ഒക്കെ അവിടെ നിൽക്കുമ്പോൾ പോലും വളരെ സ്ട്രോങ് ആയി അവർക്ക് നേരെ വരുന്ന ചോദ്യങ്ങളെ ക്ഷമയോടെ കേട്ട് മനസ്സിലാക്കി, ആ ചോദ്യത്തിന് ഈ ഉത്തരമാണ് വേണ്ടത്, ഇതാണ് ഞാൻ പറയേണ്ട ഉത്തരം എന്നൊക്കെ ചിന്തിച്ച് മറുപടി പറയുന്നത് കാണുമ്പോൾ അതിൻ്റെ ചോട്ടിൽ പോയി കമൻ്റ് ഇടാൻ നിൽക്കുന്നത്. കുട്ടികളായിരിക്കാൻ വേണ്ടിയിട്ട് ഉപദേശിക്കുകയാണ്. നിങ്ങളൊക്കെ എന്ത് കുട്ടികളായിരുന്നു? നിങ്ങളെ കുട്ടികളായിട്ട് ആരെങ്കിലും ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? ആനയൊക്കെ ചട്ടം പഠിപ്പിക്കുന്ന പോലെ തല്ലി പേടിപ്പിച്ച് ചങ്ങലക്കിട്ട്
അങ്ങനെ വളർന്നു വന്ന ആൾക്കാരല്ലേ. അങ്ങനെ കുട്ടികൾ പിടയ്ക്കുന്നത് കാണണോ, ചമ്മുന്നത് കാണണോ, ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അയ്യോ ഞാൻ എന്ത് പറയുമെന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നത് കാണണോ? ആ കുഞ്ഞുങ്ങളെയാണോ നിങ്ങൾക്ക് കാണേണ്ടത്? ഗോ ടു ഹെൽ മാൻ. വേറെ ഒന്നും പറയാനില്ല അവിടെ. അങ്ങനെ പേടിച്ചും ഇമോഷൻസിനെ സപ്രസ് ചെയ്തും കോൺസ്റ്റൻ്റായി താരതമ്യങ്ങൾക്ക് വിധേയമാവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവരൊരു എസ്കേപ്പ് റൂട്ട് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒരു പൊതിയോ മുട്ടായോ ഒക്കെ മുന്നിലേക്ക് വെച്ച് നീട്ടുന്നത്. അവരവിടെ വീണ് പോവും. കുട്ടികളോട് കുട്ടികളായിരിക്കൂ എന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ ഏത് കാലഘട്ടത്തിലെ കുട്ടികളായിരിക്കാനാണ് അവരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്? പല അച്ഛനമ്മമാരും പറയും മക്കളുടെ നല്ല ഭാവിക്ക്. അവർക്കൊരു നല്ല ഭാവി ഉണ്ടാവണം എന്നാണോ? അവരുടെ നല്ല ഭാവിയെക്കുറിച്ച് നിങ്ങൾക്ക് പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഈ പരിപാടിയൊക്കെ കാണിക്കുന്നത്? പണ്ട് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ മറ്റേ സൈക്കിളിൻ്റെ ടയർ കമ്പൗണ്ട് അടിച്ച് കുറേ റൗണ്ട് ഓടുന്നു, അല്ലെങ്കിൽ സൈക്കിൾ ഓടിച്ച് എവിടെയെങ്കിലും പോയി വീഴുന്നു, തേരപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ കയറി വന്ന് എങ്ങനെയെങ്കിലും കുളിച്ച് 4 തല്ലും കൊണ്ട് 2 ഹോംവർക്കും ചെയ്ത് സമാധാനമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം സ്കൂളിൽ ചെന്ന് അവിടെയും കുറച്ച് നേരം കിടന്നുറങ്ങി, അവിടെയും കുറേ തട്ടിപ്പ് പരിപാടികളൊക്കെ ആയിട്ട് കറങ്ങി നടന്ന് ഇങ്ങനെയൊക്കെ വളർന്ന ആളുകൾ. ഇതല്ല ഇന്നൊരു കുട്ടിക്ക്, സ്കൂളിൽ പോകുന്നൊരു കുട്ടിക്ക് ചെയ്യാനുള്ള പരിപാടികൾ. അസൈൻമെൻറ്റുകളുണ്ട്, പ്രൊജക്റ്റുകളുണ്ട്, ഹോംവർക്ക് ഉണ്ട്, ട്യൂഷനുണ്ട്. കളിക്കാൻ പോകുന്നത് പോലും സമാധാനത്തോടു കൂടിയല്ല. കാരണം അതും ഏതെങ്കിലും ഒരു സ്പോർട്സ് ഐറ്റത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. പണ്ട് എറണാകുളത്തെ ഒരു മുൻ മേയറോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയൊരു ആശങ്ക ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണ്. പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു, ഓപ്പൺ ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു. ഇന്ന് പക്ഷേ ഗ്രൗണ്ടില്ല, എല്ലാം പാർക്കുകളായിട്ട് മാറുകയാണ്, അല്ലെങ്കിൽ ടർഫുകളായിട്ട് മാറുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് കുട്ടികൾ, ആ പരിസരത്തുള്ള കുറച്ച് കുട്ടികൾ കൂട്ടം ചേരുകയാണ്, അവർ കമ്പനി ആവുകയാണ്. എന്നിട്ട് അവരെന്തെങ്കിലും ഒരു കളി കളിക്കാൻ തീരുമാനിക്കുന്നു. ചിലപ്പോൾ ഫുട്ബോൾ ആയിരിക്കും, ചിലപ്പോൾ ക്രിക്കറ്റ് ആയിരിക്കും, ചിലപ്പോൾ ഓടിത്തൊട്ട് കളിയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ സെവൻസ് കളിയായിരിക്കും. അവരുടെ ഇഷ്ടത്തിന്, അവരുടെ സൗകര്യത്തിന് അവരൊരു കളി കളിക്കാൻ തീരുമാനിക്കുന്നു. പക്ഷേ അവർക്ക് അങ്ങനെ കളിക്കാനുള്ള ഗ്രൗണ്ട് എവിടെയുള്ളത്? ഒരു റെസിഡൻഷ്യൽ ഏരിയയുടെ നടുക്ക് ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടാവും. പക്ഷേ അവിടെ കുഞ്ഞു കുട്ടികൾക്ക് കയറി ഇറങ്ങി നിരങ്ങാനും ഊഞ്ഞാലാടാനുള്ള സൗകര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്നും ഓടിക്കളിക്കാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ഓപ്പൺ ഗ്രൗണ്ടുകൾ ഇല്ലാതാവുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ അവർക്ക് സ്വാതന്ത്ര്യത്തോടെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന അവരുടെ വിനോദ ഉപാധികളാണ്. സ്വന്തമായിട്ട് എന്ത് കളിക്കണമെന്ന് പോലും തിരഞ്ഞെടുക്കാൻ പറ്റാതെ സ്ട്രെസ്ഫുള്ളായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയോട് നിങ്ങളുടെ അന്നത്തെ കുട്ടിയെ മനസ്സിൽ വെച്ചിട്ട് കുട്ടികളായിരുന്നാൽ മതി എന്ന് തള്ളരുത്. കുട്ടികളുടെ മുമ്പിൽ ഒരു ലോകം തന്നെ വിശാലമായി നിൽപ്പുണ്ട്. അത് അവരെ കൊണ്ട് അന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്ന, നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരുന്ന പല കാര്യങ്ങളും പറയിപ്പിക്കുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യും. അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും അതിനെ എങ്ങനെ അവരുടെ വളർച്ചയ്ക്കും കൂടി ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഉപയോഗിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കണം എന്നുള്ളത് നമ്മളും കോൺസ്റ്റൻ്റ്ലി അപ്ഡേറ്റ് ആവേണ്ട കാര്യമൊക്കെയാണ്. പ്രായത്തിനൊത്ത് പെരുമാറൂ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏത് പ്രായത്തിന്, ഏത് ജനറേഷനിലെ ഏത് പ്രായത്തിനൊത്ത് എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഉള്ളത് ഈ ചെറിയ വായിൽ വലിയ വർത്താനം പറയുന്നു എന്ന് സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളില്ലേ, ആ കുട്ടികളല്ല. വായയുടെ വട്ടം ഭൂതത്തങ്കെട്ടിൻ്റെ അത്രയും വലുതായ പ്രായത്തിലെത്തിയിട്ടും എങ്ങനെ പക്വതയോടുകൂടി സംസാരിക്കണം, സൈബർ ഇടങ്ങളിൽ ആളുകളെ ബുള്ളി ചെയ്യാതെ എങ്ങനെ സംസാരിക്കണം എന്നൊന്നും മനസ്സിലായിട്ടില്ലാത്ത, വളർന്നു എന്ന് അവകാശപ്പെടുന്ന, സ്വയം ചിന്തിക്കുന്ന കുറേ കുട്ടികളാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. അതിൽ ചില കുട്ടികളെയൊക്കെ പരിചയപ്പെടണമെന്നുണ്ടെങ്കിൽ ദേവനന്ദയുടെയൊക്കെ ഇൻ്റർവ്യൂ ബൈറ്റ്സ് വരുന്ന ഷോർട്സിൻ്റെയൊക്കെ താഴെ പോയാൽ മതി. അമ്പലത്തിൽ വന്നതോ പ്രൊമോഷൻ പരിപാടിക്ക് വന്നതാണോ എന്താണെന്നറിയില്ല. പക്ഷേ ദേവനന്ദയുടെ അടുത്ത് മൈക്കുമായി ഒരു ഓൺലൈൻ മീഡിയ പോകുന്നു. അവരൊരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യത്തിന് ആ കുട്ടി മറുപടി പറയുന്നു. ഓൺലൈൻ മീഡിയ പ്രൈവസി കൊടുക്കാതെ ആളുകളുടെ പിന്നാലെ കറങ്ങി നടക്കുന്നതിനെക്കുറിച്ച് അതിനെനിക്കൊരു വിയോജിപ്പുണ്ട്. അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വിളിച്ച് ആവശ്യപ്പെടുമല്ലോ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്കൊരു ഇൻ്റർവ്യൂ ആകാം, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊമോഷൻ പ്രോഗ്രാം വെക്കാം എന്നൊക്കെ. പക്ഷേ ഇതൊന്നും അല്ലാതെ ആളുകളുടെ പുറകെ നടന്ന് ക്യാമറയും കൊണ്ട് പോകുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. എന്തായാലും ഈ ഒരു ചോദ്യം പരീക്ഷാ കാലമൊക്കെ ആണല്ലോ. അപ്പോൾ ദേവനന്ദയോട് പരീക്ഷയെക്കുറിച്ച് ചോദിക്കുകയാണ്. അപ്പോൾ ആ കുട്ടി പറയുന്ന മറുപടിയാണ്. ഇതിൽ എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കൂ. പരീക്ഷ നാളെ തുടങ്ങാൻ പോവാണ്. എല്ലാം പഠിച്ച് റിവിഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ബ്രേക്ക് എടുത്തിപ്പോ ഒരു ദിവസം ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് 2 ദിവസം സ്റ്റഡി ലീവ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പരീക്ഷ. അത് ഫ്രണ്ട്സ് നോട്ട്സ് അയച്ചുതരും, അത് എഴുതി പഠിക്കും, പിന്നെ എക്സാമിന് പോയാൽ മതി. അപ്പോൾ അത് നോട്ട്സ് വരുമ്പോൾ തന്നെ അത് പഠിച്ച് പിന്നെ എക്സാമിന് പോകും. പഠിക്കണമെന്ന് ആഗ്രഹമുള്ളൊരു കുട്ടിയാണ്. അത് വളരെ പ്രൊഫഷണലായിട്ട് ഒരു ജോലിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ രണ്ടും കൂടി അത് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആ കുട്ടിക്ക് ഫാമിലിയുടെ സപ്പോർട്ട് ആവശ്യമാണ്. മാത്രമല്ല ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും ആവശ്യമാണ്. അവരതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഈ ഒരൊറ്റ സിമ്പിൾ കാര്യം, ഒരു കുട്ടിയോട് പരീക്ഷയുടെ കാര്യം ചോദിച്ചു, കുട്ടി അഭിനേത്രിയാണ്, മറുപടി പറഞ്ഞു. ഇതിൻ്റെ താഴെ സിനോദ് MP എന്ന് പറയുന്ന ഒരാൾ, ലോക്ക്ഡ് പ്രൊഫൈലാണ്, പ്രൊഫൈൽ ഫോട്ടോ പോലും ഇല്ല, ആർക്കും വേണ്ടാത്ത ഏതോ ഒരുത്തൻ. ഈ മോളെ ഇഷ്ടമല്ലാത്തവർ ലൈക്ക് അടിക്കൂ. നമുക്കൊരു ബേസിക് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. നിങ്ങളുടെ ശത്രുവാണ്,
നിങ്ങൾക്ക് അത്രയും ദേഷ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ നിങ്ങളൊരാളെ റെഫർ ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് പേര് പറയുക എന്ന് പറയുന്നത്, ഈ മോളെ ഇഷ്ടമല്ലാത്തവർ ലൈക്ക് അടിക്കും. ഞാൻ നോക്കിയപ്പോൾ 2400 ലൈക്ക് ഉണ്ട് ആ ഒരൊറ്റ ചോദ്യത്തിന്. ഏറ്റവും സബ്സ്റ്റാൻഡേർഡായി ഒരു പെൺകുഞ്ഞിനെ പ്രായത്തിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കിട്ടേണ്ട ഒരു പ്രായത്തിൽ നിൽക്കുന്നൊരു കുട്ടിയാണ്. ഇഷ്ടമില്ലാത്തവർ ലൈക്ക് അടിക്കൂ. ഇഷ്ടമില്ലാത്തവർ ലൈക്കാണോ അടിക്കുന്നത്? അതിന് താഴെ ഒരു 9 റിപ്ലൈ ഉണ്ട്. അരി മേടിക്കാനായിരിക്കും 1 ലൈക്കിന് 1 കിലോ അരി. സിനോദ് എം പി ഈ കമൻറ്റിന് ലൈക്ക് അടിച്ചിരിക്കുന്നത് കൂടുതലും അത് മതത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. പിന്നെ അതിൻ്റെ താഴെ കുറേ കഷ്ടം കമൻറ്റുകളുമുണ്ട്. മറ്റൊരു കമൻറ്റ് വിഷ്ണു KS ഇട്ടതാണ്. 5ാം ക്ലാസ്സുകാരി അമ്മായി എന്നാണ് കമൻറ്റ് ഇട്ടിട്ടുള്ളത്. വിഷ്ണുവിൻ്റെ പ്രൊഫൈലിലേക്ക് പോയി നോക്കുമ്പോൾ ആർക്കിടെക്ചറൽ ഡിസൈനറാണ് ബാംഗ്ലൂരിൽ. പുള്ളിയും പ്രൊഫൈലൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആദ്യത്തെ കമൻറ്റിൻ്റെ താഴെ ഒരു പ്രത്യേക മതക്കാരുടെ ആണല്ലോ ഈ വിദ്വേഷ കമൻറ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ അതിന് ഒരു എതിരഭിപ്രായം പറയാൻ പറ്റുന്ന രീതിയിൽ കമൻറ്റ് ഇട്ട് അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഇച്ചിച്ചി മുള്ളാൻ പോലും ടീച്ചറോട് പെർമിഷൻ ചോദിക്കാൻ ധൈര്യമില്ലാതിരുന്ന ഒരാൾക്ക് ചിലപ്പോൾ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ക്യാമറയുമായി മുന്നിൽ വരുന്ന ആൾക്കാരുടെ അടുത്ത് യാതൊരു ടെൻഷനും കൺഫ്യൂഷനും ഇല്ലാതെ കൃത്യമായി ചോദ്യം കേട്ട് മറുപടി കൊടുക്കാൻ പറ്റുന്നത് കാണുമ്പോൾ ചൊറിയും, ഒരു ആന്തരിക ചൊറിച്ചിലുണ്ടാവും, മരുന്നില്ല. അതിൻ്റെ താഴെ ഷൈമോൾ TK. സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വാൾപേപ്പറിൽ 4 കുട്ടികളുണ്ട്. സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് അവിടെ വർക്ക് ചെയ്യുകയാണെന്ന് തോന്നുന്നു. യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ആലുവയിലൊക്കെ പഠിച്ചിറങ്ങിയതാണ്. ഞാൻ എന്തിനാണ് ഈ ജോലിയും ഇതും പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവന്മാർ ചെയ്യുന്ന പണി എന്നുള്ള രീതിയിലാണ് ഈ കമൻറ്റ് അല്ലെങ്കിൽ മോശം കമൻറ്റ് ഇടുന്ന സൈബർ ബുള്ളിങ് നടത്തുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ കുട്ടിത്വമില്ലേ, ആ കുട്ടിത്വർക്ക് ഇവിടെ കാണണം. ദേവനന്ദ നാണിച്ചിരിക്കണം, പറ്റൂല എന്ന് പറയണം, അയ്യോ എന്ന് പറയണം, ചമ്മണം. ഇപ്പം എന്താ പ്രശ്നം എന്നറിയോ? നമ്മളിപ്പോൾ ഇൻ്റർവ്യൂസ് കാണുമ്പോൾ പോലും 25-26 വയസ്സുള്ള പെൺകുട്ടികൾ വരെ അയ്യോ എൻ്റെ ചേട്ടോ എന്നെ കളിയാക്കൂ എന്ന് പറയുന്നത് കാണുമ്പോൾ അയ്യോ എന്തൊരു ക്യൂട്ട് കുട്ടി, എന്തൊരു നല്ല സ്വഭാവം എന്നൊക്കെ പറയാൻ വെമ്പൽ കൊണ്ടിരിക്കുന്ന കുറച്ച് വറ്റാത്ത വസന്തത്തിൻ്റെ നീരുറവകളുണ്ട്. അവർക്കിത് കാണുമ്പോൾ ഈ കുട്ടി എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് തോന്നുമായിരിക്കും. റജീബ് റഷീദ് പറയുന്നത് ക്ലാസ്സിലൊക്കെ പോയി സഹപാഠികളുമായി കളിചിരിയിലൊക്കെ ഏർപ്പെടുമ്പോഴാണ് ബാല്യത്തിൻ്റെ നിഷ്കളങ്കത നിലനിൽക്കുന്നത്. ഇത് നിലനിർത്തിക്കൊണ്ട് പോകേണ്ടതല്ലല്ലോ. നമ്മൾ ഇടപഴകുന്ന സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വഴിയൊക്കെ അനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കും. ദേവനന്ദ ആസ് ആൻ ആക്ട്രസ് അവർ സൗത്ത് ഇന്ത്യയിലെ വിവിധ ഭാഷകളിലായിട്ട് വളരെ പ്രഗത്ഭരായ അഭിനേതാക്കളുടെ കൂടെ ടെക്നീഷ്യൻസിൻ്റെ കൂടെ ഒക്കെ പെർഫോം ചെയ്യുന്ന ഒരാളാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സിനിമ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഹൈറാർക്കി നിലനിൽക്കുന്ന പലതരം ചൂഷണങ്ങൾക്ക് സാധ്യതയുള്ളൊരു മേഖലയാണ്. അത്തരമൊരു മേഖലയിൽ ഇത്രയും വർഷം ആ കുട്ടി സിനിമകളിലൊക്കെ ഭാഗമായി യാത്ര ചെയ്യുമ്പോൾ അവിടെ ആ കുട്ടിയുടെ അച്ഛൻ എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ ഉണ്ട്. അമ്മയും മറ്റു കുടുംബാംഗങ്ങളും പകർന്നു കൊടുക്കുന്ന പാഠങ്ങളും ഒക്കെ ആ കുട്ടിയെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുള്ള ഒരാൾ, ഒരുപാട് ആളുകളെ കാണുകയും സംസാരിക്കുകയും പെരുമാറുകയും ചെയ്തിട്ടുള്ള ഒരാളെന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും. അങ്ങനെ മാറ്റമൊന്നും പാടില്ല. പിള്ളേർ മുഴുവൻ പിള്ളേരുകളിയായിട്ട് നടന്നാൽ മതി, യാതൊരു വിവരം വേണ്ട എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കുട്ടികളെ കുറിച്ച് ആലോചിച്ച് എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ. ഈ കമൻറ്റ് ഇട്ടിരിക്കുന്ന റജീബ് റഷീദിൻ്റെ പ്രൊഫൈലിലേക്ക് കയറുമ്പോൾ ഋതുക്കൾ മാറിക്കൊണ്ടേയിരിക്കുന്നു, ഓർമ്മകളിൽ നീ ഇപ്പോഴും രാഗാർദ്ര ഭാവങ്ങളാൽ നർത്തനം ചെയ്യുന്നു. സൗദി അറേബ്യയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അവിടെയും ഇൻ്റർനാഷണൽ സ്കൂളുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ. കുട്ടികളെ കാണുക, പരിചയപ്പെടുക, അവരോട് സംസാരിക്കുക, അവരുടെ ലോകത്ത് ചിലപ്പോൾ നിങ്ങളുടെയൊക്കെ മുമ്പിൽ അവർ ഒന്നും അറിയാത്തവരെ പോലെയൊക്കെ നിന്ന് തരാതെ നിങ്ങളെ പുച്ഛിക്കുന്നതാണ്. അവർക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയൊക്കെ ഉണ്ട്. ജിത്തു ആഷ് KTM കുമാരനെല്ലൂരാണ്. ഇദ്ദേഹം വിദേശത്താണ് ജീവിക്കുന്നതെന്ന് പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നു. കുട്ടി 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിലും നാക്ക് MAക്കാണ്. മോഹൻലാൽ മലയാളികൾക്ക് കൊടുത്തിട്ടുള്ള ഒരു മോശം പ്രയോഗമായിട്ടാണ് ചില സമയത്തൊക്കെ ഇത് തോന്നുന്നത്. കാരണം കുറച്ച് വിവരം വെള്ളിയാഴ്ചയൊക്കെയുള്ള ഒരാൾ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ പ്രായം നോക്കി അല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത നോക്കി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാര്യം നോക്കിക്കൊണ്ട് കുട്ടി 10ാം ക്ലാസ്സിലാണെങ്കിൽ നാക്ക് MAക്കാണ് പഠിക്കുന്നത് എന്ന് പറയുന്ന ഡയലോഗ് പറയും. പക്വതയാണ് ഉദ്ദേശിച്ചതെങ്കിലും അത് കൂടിപ്പോയി, വെറുപ്പിക്കരുത്. എൻ്റെ പൊന്ന് മച്ചാനെ, നിങ്ങളുടെ വീട്ടിൽ വന്നൊന്നും ആരും വെറുപ്പിച്ചിട്ടില്ലല്ലോ, അല്ലെങ്കിൽ അത്തരം വെറുപ്പിക്കുന്ന ഒന്നും ആ കുട്ടി പറഞ്ഞിട്ടില്ലല്ലോ. പരീക്ഷയാണോ? യെസ്, പരീക്ഷയ്ക്ക് പ്രിപ്പയർഡാണ്. നോട്ട്സും കാര്യങ്ങളും എങ്ങനെയായിരുന്നു? അതൊക്കെ ഞാൻ മാനേജ് ചെയ്തിട്ടുണ്ട്. പരീക്ഷകൾ ഇന്ന ദിവസമൊക്കെ അടുപ്പിച്ചാണ് വരുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വെറുപ്പീരാണ് ഉണ്ടാകുന്നത്? ഇത് ഉൾച്ചൊറിയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചൊറി പുറത്തേക്ക് ഇറങ്ങി വരുന്നതാണ്. പക്വത കൂടി വട്ടായ കുട്ടി എന്ന് ചോദിച്ചിരിക്കുന്ന പ്രജിത്ത് ജിത്തിൻ്റെ പ്രൊഫൈൽ പിക്ചറിൽ ഏകദേശം 4ഓളം കൊച്ചു കുട്ടികളുണ്ട്. ഒരമ്മ ഒരു കൊച്ചു കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്നതാണ്. കോഴിക്കോട് സ്വദേശം. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾക്ക് എപ്പോഴായിരിക്കും നിങ്ങൾ കുട്ടി അല്ലാതാവാനുള്ള ഒരു അനുമതി കൊടുക്കുക? ഒരു 15 വയസ്സ് വരെ അവർ കുട്ടിയായിരുന്നിട്ട് 15 വയസ്സ് തികയുന്നതിൻ്റെ പിറ്റേ ദിവസം പറയുമോ മോനെ ഇന്ന് മുതൽ നീ മൂത്തൊരു കുട്ടിയായിരിക്കുകയാണ്, ഇനി അങ്ങനെ ഒരു കുട്ടിയാവുമെന്ന്? അല്ലല്ലോ, ഇത് ഗ്രാജുവലി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ. നിങ്ങൾക്കോ നാട്ടുകാരിൽ ലോകമൊന്നും കാണാനുള്ള അവസരം ചെറിയ പ്രായത്തിൽ കിട്ടിയിട്ടില്ല. മിക്കവാറും ഈ കമൻറ്റൊക്കെ കാണുമ്പോൾ ഇത്തരം സാധ്യതകൾ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കൂല മനഃപൂർവ്വം. അവർക്ക് അങ്ങനെ ഒരു സാധ്യത കിട്ടിയാലും തടയും. എന്നിട്ട് ഇതുപോലെ കമൻറ്റൊക്കെ ഇട്ട് നടക്കും. ബാംഗ്ലൂരുള്ള ഒരു കൃഷ്ണപ്രസാദ് വാര്യർ, അദ്ദേഹത്തിൻ്റെ കമൻറ്റ് ആണോ അമ്മൂമ്മ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്നാണ്. എന്തായാലേ
മലയാളി ലോകത്തിൻ്റെ എല്ലാ കോണിലേക്കും എത്തിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഏത് കോണിൽ പോയി കഴിഞ്ഞാലും മലയാളിയുടെ ഈ ബേസിക് സ്വഭാവം ഇങ്ങനെ തന്നെ നിലനിന്ന് പോരുകയാണെങ്കിൽ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? AKNC എന്ന് പറയുന്ന ഒരു പ്രൊഫൈലുണ്ട്. ഒരു കറുത്ത പ്രൊഫൈൽ പിക്ചർ ഇട്ടിരിക്കുകയാണ്. കോട്ടയം കുറവിലങ്ങാടാണ് അത്രേ അദ്ദേഹം ജീവിക്കുന്നത്. ക്ലാസ്സിൽ പോയില്ലെങ്കിൽ എന്താ, അധ്യാപകർ മാർക്കിട്ട് കൊടുത്തോളുമല്ലോ. സെലിബ്രിറ്റി അല്ലേ സെലിബ്രിറ്റി. അങ്ങോട്ട് ചെല്ല്. ഒന്നെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമയിൽ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ ആർട്സിലും സ്പോർട്സിലും ഒക്കെ. ഇപ്പോൾ സിനിമാക്കാർ പിള്ളേരെ കാണുമ്പോഴാണ് ഇവർ സിനിമയിൽ അഭിനയിച്ച് ഇങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് നടക്കുന്നല്ലോ എന്ന് പറയുന്ന തോന്നൽ നമുക്ക് ഉണ്ടാവുക. നൃത്തത്തിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലയിൽ കഴിവ് തെളിയിച്ചിട്ടുള്ളവരുണ്ട്. അവർ ഒരുപാട് ക്ലാസ്സുകൾ ഇതുപോലെ മിസ്സായി പോകുന്നുണ്ട്. അങ്ങനെ മിസ്സായി പോകുന്നവർക്കെല്ലാം വാരിക്കോരി മാർക്കിട്ട് കൊടുക്കുന്നൊന്നുമില്ല ഇവിടെ. അവർ എക്സ്ട്രാ ടൈം കണ്ടെത്തി കുത്തിയിരുന്ന് പഠിച്ച് തന്നെയാണ് നല്ല മാർക്ക് വാങ്ങി പാസ്സാകുന്നത്. ഞാൻ കലാപ്രതിഭകളായിട്ടുള്ള കലാതിലകങ്ങളായിട്ടുള്ള കുട്ടികളുടെ ഒക്കെ കൂടെ പഠിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വിവിധ ക്ലാസ്സുകളിലായിട്ട് എല്ലാവരും തച്ചിനിരുന്ന് പണിയെടുത്ത് പഠിച്ചിട്ട് തന്നെയാണ് പരീക്ഷയിലും നല്ല മാർക്ക് വാങ്ങുന്നത്. എന്തെങ്കിലും ഒരു സ്പോർട്സിലോ ആർട്സിലോ ഉണ്ടെന്ന് പറഞ്ഞ് ആരും മാർക്ക് കളഞ്ഞിട്ട് പോയിട്ടൊന്നുമില്ല. എല്ലാവരും കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ട്. വിവരമില്ലായ്മ ഒരു കുറ്റമല്ല കൂട്ടുകാരാ. നല്ല സഹപാഠികളും കാര്യങ്ങൾ പറഞ്ഞുതരാവുന്ന അധ്യാപകരും രക്ഷിതാക്കളും ഒന്നും ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ കുഴപ്പമാണത്. ഈ അമ്മൂമ്മക്ക് പഠിക്കണ്ടല്ലോ, ഓരോ ഉത്തരവും അപ്ഡേഷനായി അപ്പം കിട്ടുമല്ലോ. എന്താ അല്ലേ, കളിയാക്കുന്നവർക്കില്ലാത്ത പക്വത കുട്ടിക്കുണ്ട്. സമാധാനം, അങ്ങനെ ഒരാൾ പറഞ്ഞല്ലോ. ഷാജു അദ്ദേഹത്തിന് എല്ലാവരും ഷാജു എന്നാണോ വിളിക്കുന്നത്? അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് ഷാജു നിട്ടാണെന്നറിയില്ല. ഏതായാലും വെറുപ്പിക്കൽ വളരെ നന്നാവുന്നുണ്ട്. ഇതിലും നന്നായി വെറുപ്പിക്കാൻ എല്ലാവരെയും വെറുപ്പിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ജസീല VPയുടെ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചാൽ ക്ലാസ്സിൽ പോകാത്തൊരു കുറവുണ്ട് എന്നാണ്. അത് ആ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകർ തീരുമാനിച്ചോളൂ. ക്ലാസ്സിൽ പോയതുകൊണ്ട് ഒരു പേടിത്തൊണ്ടിയായ കുട്ടിയാവാത്തത് കൊണ്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും കുറവുണ്ടെന്ന് ആ കുട്ടിയുടെ അധ്യാപകർക്കോ രക്ഷിതാക്കൾക്കോ ആ കുട്ടിക്കൊപ്പം പെർഫോം ചെയ്തിട്ടുള്ള അഭിനേതാക്കൾക്കോ ആർക്കും തോന്നിയിട്ടില്ല. മറ്റൊരു വലിയ കണ്ടുപിടുത്തം, അഹങ്കാരം ഒന്നിനും അത്ര നല്ലതല്ല എന്നാണ്. കഹു മുൾട്ടി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇവർ കുറേ പേര് ഡിജിറ്റൽ ക്രിയേറ്റർ എന്നൊക്കെ പറഞ്ഞാണ് പ്രൊഫൈൽ കൊടുക്കുന്നത്. പക്ഷേ ആകെ കാണുന്നത് ഇതുപോലത്തെ ഒരു കമൻറ്റും പിന്നെ ഒരു പ്രൊഫൈൽ പിക്കറും വെച്ചിട്ടുള്ള ഒരു ലോക്ക്ഡ് പ്രൊഫൈലായിരിക്കും. എനിക്ക് ഇതിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ല മറുപടി ദേവനന്ദ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ പോപ്പുലറായി. താങ്ക് യു. മറ്റൊരു ചേട്ടൻ, നമ്മൾ നേരത്തെ പറഞ്ഞ മറ്റേ കമ്പയർ ചെയ്യുന്ന അച്ഛനമ്മമാരുടെ ആ ഒരു ദുഷിച്ച സ്വഭാവം മുഴുവൻ അനുഭവിച്ച് വളർന്നൊരു കുട്ടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്തരം ഒരു കമൻറ്റ് പെട്ടെന്ന് ഇടാൻ പറ്റുന്നത്. സാബു KS അദ്ദേഹം പറയുന്നത്, ഇതൊക്കെ എന്നത് കാണിക്കുന്നത് കുട്ടിത്തം കാണണമെങ്കിൽ ആ വയലിൻ വായിക്കുന്ന ഗംഗക്കുട്ടിയെ കണ്ടു പഠിക്കുക. ആ കുട്ടിയുടെ മുഖം കണ്ടാൽ ഒരു ഓമനത്തിൽ തോന്നി. ഈ പെണ്ണ് വെറും അഹങ്കാരി ഗംഗക്കുട്ടിയെ പോലെ കഴിവുണ്ടായിരുന്നെങ്കിൽ ഇതെന്തു മലയും മറിച്ചിട്ടു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്ന ഒരു സ്മൈലി ഇട്ടിട്ടുണ്ട്. എൻ്റെ പൊന്നിയേട്ടാ, നിങ്ങൾ എഴുതിയിരിക്കുന്ന വായിക്കുമ്പോഴാണ് ചിരി വരുന്നത്. അക്ഷരാഭ്യാസം, വിദ്യാഭ്യാസം, വിവരം, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കൊച്ചുകുട്ടികളെ അല്ലെങ്കിൽ മനുഷ്യന്മാരെ തമ്മിലിങ്ങനെ ആവശ്യമില്ലാതെ കമ്പയർ ചെയ്ത് ശീലിക്കല്ലേ. നിങ്ങൾക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ നല്ല ഓമനത്തുള്ളൊരു കുട്ടിയാണല്ലോ എന്ന് തോന്നി. അതിൻ്റെ അർത്ഥം ആ കുട്ടിയെ പോലെ എല്ലാ കുട്ടിയും ആവണം, ഈ കുട്ടി അങ്ങനെ ആവാത്തത് കൊണ്ട് ഈ കുട്ടി വളരെ മോശം കുട്ടിയാണ് എന്ന് വിലയിരുത്തുന്ന നിങ്ങളുടെ പോലെയുള്ള ഈ വൃത്തികെട്ട സ്വഭാവത്തിൻ്റെ ഇരകളാണ് കുറേ ആളുകൾ. ഇന്ന് ഈ സമൂഹത്തിൽ ആങ്സൈറ്റിയും ഡിപ്രഷനും ഒക്കെ കൊണ്ടു നടക്കുന്ന വലിയ വിഭാഗം ആളുകൾ നിങ്ങളെപ്പോലെയുള്ള ആളുകളുടെ കോൺസ്റ്റൻറ്റ് കമ്പാരിസൺ കേട്ട് മനസ്സ് മടുത്തു പോയവരാണ്. സ്മോൾ ഫിനാൻസ് ബാങ്കിലെ സീനിയർ മാനേജറായിട്ടുള്ള സെന്തിൽ കുമാർ അദ്ദേഹം കമൻറ്റ് ചെയ്തിരിക്കുന്നത് മെച്യൂരിറ്റി വന്നതാണോ വന്ന പോലെ അഭിനയിക്കുകയാണോ എന്നാണ്. ഇത് രണ്ടാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ആകെ കിട്ടിയ 9 കമൻറ്റുകൾക്ക് വേണ്ടിയാണ്. ഒന്നുമില്ലേ, നമ്മൾ ജോലി ചെയ്യുന്നൊരു സ്ഥാപനമില്ലേ, ഇങ്ങനെയൊക്കെ കമ്പയർ ചെയ്യുന്ന, ഇങ്ങനെ മനുഷ്യർ ഇങ്ങനെ ആയാലേ അംഗീകരിക്കൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ വലിയ വലിയ പോസ്റ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? ഞാനൊരിക്കൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ബാങ്കുകളിൽ ഒന്നിൻ്റെ ഒരു റീജിയണൽ കസ്റ്റമർ സർവീസ് മാനേജർ, അങ്ങനെന്താണ് പോസ്റ്റ്, ആ പോസ്റ്റിലിരിക്കുന്ന ആളുടെ കമൻറ്റ് വായിച്ചിട്ട് തകർന്നു പോയിട്ടുണ്ട്. ആഷിഖ് ആക്കോട്, പുള്ളിയുടെ പ്രൊഫൈലിലുണ്ട് ഒരു കൊച്ചു പെൺകുട്ടി. എന്ത് തേങ്ങയാ ഈ പക്വത അമ്മായി പറയുന്നത്? ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം ഇതാണ്. ഇവരുടെയൊക്കെ പ്രൊഫൈൽ പിക്ചറിലും വാൾ പിക്ചറിലും ഒക്കെ കൊച്ചു കുട്ടികളുണ്ട്, കുഞ്ഞു മക്കളുണ്ട്. അതായത് ഈ പറയുന്ന ദേവനന്ദയേക്കാൾ കുറച്ചും കൂടി പ്രായം കുറഞ്ഞ കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ അവസ്ഥ എന്താണ്? ഇത്തരം കമൻ്റ് ഇടുന്ന പ്രൊഫൈലുകളിൽ ശരിക്കും ബാലാവകാശ കമ്മീഷൻ ഒരാളെ വേണമെങ്കിൽ ജോലിക്ക് വെച്ചിട്ട് ഇത്തരം കമൻ്റ് ഇടുന്ന ആളുകൾ, അവരുടെ പ്രൊഫൈല്, കുട്ടികൾ, അതൊക്കെ നോക്കി അവരുടെയൊക്കെ വീടുകളിൽ ആ കുട്ടികൾ സുരക്ഷിതരാണോ, അവരൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ആനയെ ചട്ടം പഠിപ്പിക്കുന്നത് പോലെയുള്ള ചട്ടം പഠിപ്പിക്കൽ കാരണം ബുദ്ധിമുട്ടുകയാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഷെറിൻ ജോർജ്, കണ്ണൂരാണ്. ഞാനുമായി ബന്ധപ്പെട്ട എന്തിൻ്റെയും തുടക്കവും ഒടുക്കവും ഞാനും എൻ്റെ മകളും എൻ്റെ സ്വന്തം നിലപാടും മാത്രം എന്ന് പറഞ്ഞ് സ്വന്തം മകളുടെ ഫോട്ടോ ഒക്കെ വാൾപേപ്പറിൽ ഇട്ടിട്ടുള്ള ആളാണ്. ഈ കുട്ടിയുടെ രീതികളോട് വെറുപ്പ് തോന്നിയത് എനിക്ക് മാത്രമല്ല അല്ലേ എന്ന് പറഞ്ഞിട്ടൊരു സ്മൈലിയും കൂടി ഇട്ടിട്ടുണ്ട്. 4700 പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട്. കുട്ടി എന്താ ചെയ്ത്? ആ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്തു. എന്നോട് നല്ല സ്നേഹമുള്ള ആരോ അത് ഹാക്ക് ചെയ്തിട്ടുണ്ട്, 2-3 ദിവസത്തിനുള്ളിൽ നോക്കാം എന്നൊരു മറുപടി പറഞ്ഞൊരു തെറ്റ് മാത്രമേ ആ കുട്ടി ചെയ്തിട്ടുള്ളൂ. അതിൽ നിങ്ങളുടെ എന്താണ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത്രയും വെറുപ്പ് തോന്നാൻ ഇടയാക്കിയ ആ ഒരു പെരുമാറ്റം എന്തായിരുന്നു?
നിങ്ങളുടെ വല്ലതും പിടിച്ചു പറിച്ചുകൊണ്ട് ഓടിയോ? നിങ്ങളുടെ ജീവിത സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെട്ടോ? നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരെങ്കിലും വേദനിപ്പിച്ചോ? പക്ഷേ വെറുപ്പാണ്, ഹെയ്റ്റാണ്, 100% ഹെയ്റ്റാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഈ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൽ വെറുക്കാനും കുറ്റപ്പെടുത്താനും ഒരു കാരണം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കാര്യകാരണ സഹിതമാണ് ഇത്തരം ഒരു കമൻറ്റ് വന്നിട്ടുള്ളത്. ഈ കുട്ടി ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറഞ്ഞതിനോട് എനിക്കൊരു വിയോജിപ്പുണ്ട് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് വെക്കുക, അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്ന് കാര്യങ്ങളിലേക്ക് കാരണങ്ങളിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നമുക്ക് പറ്റില്ല. ഇങ്ങനെയുള്ള ആളുകളാൽ വളർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇത്തരം ഒരു സൊസൈറ്റിയുടെ ഭാഗമായി വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് സ്വാഭാവികമായും അവരുടെ ഉള്ളിലും ഹെയ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരും കമ്പയർ ചെയ്ത് ഞങ്ങളുടെ സെറ്റാണ് അവരുടെ സെറ്റിനേക്കാൾ വലുതായിട്ടുള്ളത്, അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമാണ് അവന്മാരുടെ ടീമിനേക്കാൾ വലുത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവന്മാരുടെ ടീമിനെ ആക്രമിക്കുക. ഹെയ്റ്റാണ് ഈ ഉള്ളിൽ കിടക്കുന്നത്. ഞങ്ങളൊരു ടീം അവരൊരു ടീം, അപ്പോൾ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം എന്നല്ലേ ചിന്തിക്കുന്നത്, തല്ലി തോപ്പിക്കാമെന്നാണ് ആലോചിക്കുന്നത്. ഈ ഹെയ്റ്റ് എവിടെ നിന്നാണ് വരുന്നത്? ഈ ഇത്തിരി പോകുന്ന കുട്ടിയോട് വെറുപ്പ് തോന്നാൻ വേണ്ടിയിട്ട് ഷെറിൻ ജോർജിനോട് അവരെന്ത് തെറ്റാണ് ചെയ്തത്? ആ കുട്ടിയുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിവേദിയുടെ സംശയം അത് ഏത് ദാരിദ്ര്യം പിടിച്ച ഹാക്കർ എന്നാണ്. ട്രിവാൻഡ്രത്ത് ഓൾ സെയിൻസ് കോളേജിൽ പഠിക്കുന്നു എന്നാണ് അവർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നസെന്റ് ഏട്ടൻ പറഞ്ഞൊരു ഡയലോഗാണ് ഇതിന് എനിക്ക് റിപ്ലൈ ആയിട്ട് പറയാനുള്ളത്. നീ എന്തിനാ പഠിക്കണേന്ന്? നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് KP സിറാജ് അദ്ദേഹം ഡിജിറ്റൽ ക്രിയേറ്റർ എന്നാണ് പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ളത്. ഈ കുട്ടിയുടെ ക്യാരക്ടർ വലിയ സംഭവമാണെന്ന് കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും തോന്നുന്നുണ്ടാവാം. അവർക്ക് തോന്നിയാൽ പോരെ, നിങ്ങൾക്ക് തോന്നണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ആ തോന്നലായിരിക്കാം ഇത്ര ചെറിയ പ്രായത്തിലെ കുട്ടി ഇങ്ങനെ ആവാൻ കാരണം. ഈ കുട്ടി എന്താ ചെയ്ത്? 4 ദിവസം മുമ്പാണ് ഈ കമൻറ്റ് ഇയാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് സ്വന്തം അമ്മയും കൂടപ്പിറപ്പിനെയും പ്രണയിക്കുന്ന പെൺകുട്ടിയെയും അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്ന ബന്ധുക്കളെയൊക്കെ ഒരുത്തൻ തല്ലിക്കൊന്നിട്ട് അവൻ്റെ സ്വഭാവം ഇങ്ങനെ ആവുന്നതിൻ്റെ കാരണങ്ങളെ അന്വേഷിച്ച് പോകുന്നതിനേക്കാൾ ഒരു കുട്ടി അവളുടെ കഴിവുകൊണ്ട് അവളുടെ അധ്വാനം കൊണ്ട് മികച്ച സിനിമകളുടെ ഭാഗമാവുകയും സ്വന്തം കാലിൽ നിൽക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ സാമ്പത്തികമായി വളരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും നന്നായി പഠിക്കുകയും മാർക്ക് വാങ്ങുകയും ഒക്കെ ചെയ്ത് അവളുടെ ജീവിതം സെക്യൂറായി മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെയായി എന്നാണ് തോന്നുന്നത്? വെരി സിമ്പിൾ ചോദ്യമാണ്. നിങ്ങൾ വല്ലതും കടിച്ചാ? നിങ്ങൾക്ക് വയ്യേ? പ്രായത്തിനേക്കാൾ എത്രയോ മടങ്ങ് പക്വത കാണിക്കുന്നതും നേരെ തിരിച്ചും അരോചകം തന്നെയാണ്. അതാണ് ഈ കമൻറ്റിന് തന്നെയുള്ള ഏറ്റവും നല്ല മറുപടി. ഇത്രയും പ്രായമൊക്കെ ആയില്ലേ? ഇങ്ങനത്തെ ഡബ്ല്യൂ സാധനങ്ങളൊക്കെ കമൻ്റ് ഇട്ട് നടക്കുന്നതിന് പകരം കുറച്ച് ചിന്തിച്ചൂടെ? ആ കൊച്ചിനോട് പലരും പറയുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയാൻ തോന്നുന്നത്. നിങ്ങളുടെ പ്രായത്തിനനുസരിച്ച് ബിഹേവ് ചെയ്യൂ. അഖില റുക്കു അരുൺ എന്ന് പറയുന്നൊരു പ്രൊഫൈലുണ്ട്. സ്റ്റാഫ് നേഴ്സാണ് അൽ സുലൈഫിൽ. എൻ്റെ പൊന്നോ, ഇതൊക്കെ വലുതാവുമ്പോൾ എന്തൊക്കെ കാണണം? നിങ്ങളൊന്നും കാണണമെന്ന് ഒരു നിർബന്ധമില്ല. കാണാൻ പറ്റുന്ന ആളുകൾ കാണും. പിന്നെ വലുതാവുമ്പോൾ എന്താകും എന്നുള്ളതും എന്ത് കാണിക്കണം എന്നുള്ളതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ്. ഏതോ ഒരു റീലിൽ ഏതോ ഒരാൾ അവരുടെ ജീവിതത്തിലെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് കാണുമ്പോൾ അവിടെ പോയി ഇതേപോലെ വിലയിരുത്തി അഭിപ്രായം പറഞ്ഞ് പുച്ഛിച്ച് തരം താഴ്ത്തുക എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ചട്ടം പഠിപ്പിക്കലുണ്ടല്ലോ. അതായത് മര്യാദക്ക് തല്ലിയൊക്കെ വളർത്തിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ ആയിപ്പോവും. ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്. ഇനി ഇതൊക്കെ വളർന്നു വലുതായാലും എന്താകും എന്നൊക്കെ ചിന്തിക്കുന്ന കുട്ടിക്കാലം മുഴുവൻ മുരടിച്ച് നശിച്ചു പോയ അതാണ് ശരിക്കുമുള്ള കുട്ടിക്കാലം, അതാണ് സുന്ദരകാലം എന്നൊക്കെ ഇന്നും ചിന്തിച്ച് ജീവിക്കുന്ന സ്വന്തം മക്കളെയും അങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്തിട്ടുള്ള ആളുകളിൽ നിന്ന് വരുന്ന ഓരോ ചോദ്യങ്ങളും പറച്ചിലുകളുമാണിത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരുത്തൻ ടേസൻ വിഷ്ണു അങ്ങനെ എന്തോ ആണ്, പെരിന്തൽമണ്ണ. ഈ പ്രായത്തിൽ എനിക്കൊന്നും മില്ലിഗ്രാമും കിലോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം പോലും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ഒരു ഇൻസ്റ്റാഗ്രാം ഹാക്കിംഗ്. നിനക്ക് വിവരമില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് ബാക്കിയുള്ളവർക്കും വിവരം ഉണ്ടാവാൻ പാടില്ല എന്നില്ലല്ലോ. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ തുറന്നു വെച്ചിട്ടും ആവശ്യത്തിന് ഫ്രണ്ട് റിക്വസ്റ്റ് പോലും വന്നിട്ടില്ലാത്തതിൻ്റെ, അതായത് നേരിട്ട് പരിചയമുള്ള ആൾക്കാർ പോലും ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കാത്തതിൻ്റെ ഫ്രസ്ട്രേഷനും പല ആളുകളും പല കമൻറ്റ് ബോക്സിൽ ഇതുപോലെ തീർക്കാറുണ്ട്. കുട്ടിത്തം കളഞ്ഞു കുളിച്ച കുട്ടി. ഓഫ്, ഇപ്പം മറ്റേ കുട്ടിത്തത്തിൽ ആറാടുകയാണല്ലോ. മുഹമ്മദ് അലി ഒരു ഡീറ്റെയിലും ഇല്ല. ആകെ 159 ഫ്രണ്ട്സും ലോക്ക്ഡ് പ്രൊഫൈലും. മുഹമ്മദ് അലി കുട്ടിത്തം കളഞ്ഞു കുളിച്ചിട്ടുണ്ട്, കൗമാരം കളഞ്ഞു കുളിച്ചിട്ടുണ്ട്, യൗവനവും ഏകദേശം ആ അവസ്ഥയിലാണെന്നാണ് തോന്നുന്നത്. കുറച്ച് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാക്കുക. ഇതിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്യുന്ന സമയത്തിനും സ്പ്രെഡ് ചെയ്യുന്ന ഹെയ്റ്റിനും പകരം കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാക്കും. ഒരു ജിമ്മിലൊക്കെ പോകും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലൂ, എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യൂ, കൂടുതൽ കൂട്ടുകാരെയൊക്കെ ഉണ്ടാക്കൂ, എവിടെയെങ്കിലൊക്കെ ട്രിപ്പ് പോകും, സ്ഥലങ്ങൾ കാണൂ, ജീവിതം ആസ്വദിക്കൂ. ഇടയ്ക്ക് ഇതേപോലെ ദേവനന്ദയുടെ ഒക്കെ സിനിമകൾ റിലീസാവുന്ന സമയത്തോ ഒക്കെ കാണും. അല്ലാതെ ആ കുട്ടി കളയുന്നതും കുളിക്കുന്നതും കുട്ടിത്തമാണോ എന്നൊക്കെ അന്വേഷിച്ച് നടക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമൊന്നുമല്ല. അനിത ഗോപാലകൃഷ്ണൻ ഓഡിറ്റ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. നല്ലൊരു പോസ്റ്റിലിരിക്കുകയാണ്. എത്ര മോശമായാണ് ഈ കുട്ടി സംസാരിക്കുന്നത്. എല്ലാവരോടും ഒരു പരിഹാസം, പുച്ഛം. ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്നൊരു കുട്ടി, ആ കുട്ടിയുടെ വായിന്ന് ശരിക്കും മോശമായിട്ടുള്ളൊരു കാര്യം തന്നെ വീണ് പോയെന്ന് വിചാരിക്കും. അത് ക്ഷമിക്കാനുള്ളൊരു സാമാന്യ ബോധം കുറച്ച് പ്രായമൊക്കെ ആയി വലിയ ഓഫീസറൊക്കെ ആകുമ്പോൾ നമ്മൾ കാണിക്കണ്ടേ? ഇവിടെ എന്തായാലും അത് സംഭവിച്ചിട്ടില്ല. പക്ഷേ ക്ഷമിക്കാൻ പറ്റാണ്ടിരിക്കുകയാണ് ഓഫീസർ. ആഷിത് അശോക്. മോളെ ഗുണനപ്പട്ടിക പഠിക്കേണ്ട സമയത്ത് ഈ ഇൻസ്റ്റാഗ്രാം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നല്ലതാണ്, കഴിവുണ്ട്, വളർന്നു വരുമ്പോൾ നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഓഹ്, എന്താ കരുതൽ!
ഈ ചെറുപ്രായത്തിൽ തന്നെ മുത്തശ്ശിയായി ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക ഈ കുട്ടിക്ക് 12 വയസ്സുള്ളൂ എന്ന്. അല്ലാതെ ഈ മോൾക്ക് ഈ വരുന്ന ചിങ്ങത്തിൽ 65 ആയിട്ടില്ല. നിൻ്റെ 65 വയസ്സായ മുത്തശ്ശി ഇങ്ങനെ ഇരുന്നതാണോ സംസാരിക്കുന്നത്? അവർ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്ക് ആയതിനെക്കുറിച്ച് നിന്നോട് എപ്പോഴെങ്കിലും സങ്കടം പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എങ്ങനെയാണ് 65 വയസ്സുള്ള ആളാണ് ഇൻസ്റ്റാഗ്രാമിലെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്? അല്ലെങ്കിൽ വരുന്ന ചോദ്യങ്ങളെ മനസ്സിലാക്കാൻ ക്ഷമയോടെ കേൾക്കാനുള്ള ഒരു ക്ഷമ കാണിക്കുന്നു. പറയുന്ന ഉത്തരത്തിന് ക്ലാരിറ്റി കൊടുക്കാൻ പരമാവധി ശ്രമിക്കുന്നു. നല്ല അക്ഷരസ്ഫുടതയോടെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നു. ഇവിടെ വലിയ കൊടി കുത്തിയ സംവിധായകരും നിർമ്മാതാക്കളും അഭിനേതാക്കളും വരെ ഇൻ്റർവ്യൂവിൽ വന്നിരുന്ന് വെറുതെ വായ്ത്താളം അടിക്കുകയോ അല്ലെങ്കിൽ പറഞ്ഞതെന്ത് കേട്ടതെന്തെന്ന് ആർക്കും മനസ്സിലാവാത്ത എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രായത്തിൽ ഈ കുട്ടി സംസാരിക്കുന്നത് വളരെ ക്ലിയർ ആയിട്ടാണ്, ക്ലാരിറ്റിയോടെയാണ്. അതിന് പകരം എന്തിനാണ് 65 കഴിഞ്ഞ മുത്തശ്ശിയെ നാട്ടുകാരെ കൊണ്ട് ഇങ്ങനെ സ്മരിപ്പിക്കുന്നത് അല്ലെങ്കിൽ സ്മരിപ്പിക്കുന്നത്? വേറൊരുത്തൻ്റെ വിഷമം, നല്ല കാര്യം, ദൈവമേ ഒരിക്കലും തിരിച്ചു കിട്ടല്ലേ എന്നുള്ളതാണ്. കിട്ടൂലടാ, പോയതാണ്, നിൻ്റെ ഇന്ന് പോയതാണ്, നിനക്കിനി തിരിച്ചു കിട്ടൂല. രാധാകൃഷ്ണൻ നല്ല പ്രായമുള്ള ആളാണ്, എന്തോ വലിയ കാര്യമായിട്ട് എഴുതുന്നത്, പ്രൊഫൈൽ പിക്ചർ ഇട്ടിട്ടുണ്ട്. മൂക്കാതെ പഴുക്കുന്ന പഴം നാം കടിച്ചിട്ട് തുപ്പിക്കളയും. ഇത് ഇവിടെ വന്ന് പറയുന്നത് എന്തിന്? നിങ്ങൾ കടിച്ചു നിന്നിട്ട് തുപ്പിക്കളയുന്ന പഴം പോലെയല്ല നിങ്ങൾ ആർട്ടിസ്റ്റുകളെ കാണേണ്ടത്. അല്ലെങ്കിൽ അവരുടെ മൂപ്പിനെ ജഡ്ജ് ചെയ്യാൻ നിങ്ങൾ ആരും ഏൽപ്പിച്ചിട്ടുമില്ല. അവർ പറയുന്നതിൽ വിയോജിപ്പുണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതിന് പകരം വലിയ വർത്താനമൊക്കെ പറയുന്നു എന്ന് പറഞ്ഞ് പുച്ഛിക്കുന്ന ചീഞ്ഞളഞ്ഞ പഴഞ്ചൊല്ലുകൾ പോലെയുള്ള ഡയലോഗുകൾ അടിക്കുന്ന കുറേ ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷനും നമുക്ക് ഇത്തരം പോസ്റ്റുകളിൽ കാണാൻ പറ്റും. ദേവനന്ദയോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു കുട്ടി, അവൻ വളരെ മാന്യമായി ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതും കൂടി ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അങ്ങനെ ചെയ്യുന്നത് ഒരിക്കലുമല്ല. എന്റെ ഭാഗത്തുനിന്ന് ഒരു നല്ല അഭിപ്രായം. അവള് വലിയാള് പറയുന്ന സംസാരിച്ചു എന്ന് വെച്ചിട്ട് അവള് വലിയ ആളായിന്നൊന്നുമില്ല. അവളെ അങ്ങനെ ട്രോളുന്നതിൽ എനിക്ക് വലിയ നല്ല അഭിപ്രായമല്ല. ഇപ്പൊ ന്യൂജൻ കുട്ടികളൊക്കെ ഇത്രയും അപ്ഡേറ്റഡ് ആണല്ലേ? അതെ, അത് ശരിയാണ്. ദേവനന്ദനെ മാത്രം എയിം ചെയ്ത് ട്രോളുന്നത് എന്തുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അതൊരു മോശമാണ്. ഞാനിതൊക്കെ പറഞ്ഞാലും ഇല്ലെങ്കിലും ദേവനന്ദയാണെങ്കിലും മറ്റ് ഏതൊരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിൽക്കുന്ന ഫാമിലിക്കും ആ കുട്ടികൾക്കും കൃത്യമായ വിവരമുണ്ട്, സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള പക്വതയുമുണ്ട്. അവരൊക്കെ അതിനെയൊക്കെ അതിജീവിച്ച് അവരുടെ വളർച്ചയുടെ പാതയിൽ സ്ട്രോങ് ആയി തന്നെ മുന്നോട്ട് പോകും. മോശം കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കുറേ നാൾ കമൻറ്റ് ഇട്ട് സമയമാകുമ്പോൾ ചത്തു. പക്ഷേ ഇത്തരം കമൻറ്റുകളിലൂടെ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പൊതുബോധം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ, ഇനിയും വളരാനിരിക്കുന്ന കുട്ടികളെ, കുഞ്ഞുങ്ങളെ വളരെ വീക്കായി വളർത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. ലഹരിയിൽ നിന്നും കുട്ടികളെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ വന്ന് കവിത എഴുതിയിട്ടിട്ടോ മരിച്ചുപോയ കുട്ടികളുടെയും അമ്മമാരുടെയും ഒക്കെ ഫോട്ടോയുടെയും വീഡിയോൻ്റെയും താഴെ വന്നിട്ട് കരഞ്ഞ് നിലവിളിക്കുന്ന സ്മൈലി ഇട്ടിട്ടോ ഒന്നും കാര്യമില്ല. ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാര്യങ്ങൾ ഇരിക്കുന്നത് കുട്ടികളെ നമ്മൾ എങ്ങനെ വളർത്തുന്നു എന്നുള്ളതിലാണ്. എങ്ങനെ വളർത്തണം എന്നുള്ളതിനെക്കുറിച്ച് പല ആളുകളും ധാരണയില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെ വളർത്തരുത് എന്നുള്ള മുൻധാരണകൾ നമുക്കുണ്ടല്ലോ, അതെങ്കിലും ഒന്ന് മനസ്സിൽ വെച്ചൂടെ? അത്തരം ഒരു പൊതുബോധമെങ്കിലും സൃഷ്ടിക്കാതിരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു കമൻറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ അത്രയും ഗുണമുണ്ടാവും നാളെ വളർന്നു വരുന്ന കുട്ടികൾക്ക്. ഒരു സിനിമാക്കാരി കുട്ടിയെ എന്തെങ്കിലും പറഞ്ഞു എന്നുള്ളതിൻ്റെ പ്രതിഷേധമല്ല ഞാൻ രേഖപ്പെടുത്തുന്നത്. ഇത്രയൊക്കെ നാട്ടിൽ നടന്നിട്ടും ഇതിൻ്റെയൊക്കെ പുറകെയാണ് ഈ ആൾക്കാർ പൊക്കൊണ്ടിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോൾ മനസ്സിൽ തോന്നിയൊരു ദേഷ്യവും സങ്കടമൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞു പോയതാണ്. പറ്റുകയാണെങ്കിൽ ക്ഷമിക്കുക, ക്ഷമിച്ചില്ലെങ്കിൽ എനിക്ക് ഒന്നുമില്ല, എന്നെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.